ജീവിതത്തിൽ ആരെങ്കിലും വല നെയ്യുന്നതും ശത്രുക്കളെ ഇടിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ, കണ്ണു നിറച്ച് കണ്ടിട്ടുണ്ട്. ഇടിക്കുന്നതും തൊഴിക്കുന്നതും പറപ്പിക്കുന്നതും ഒക്കെ. അത് സിനിമയിലും ടിവിയിലും കാർട്ടൂണിലും ഒക്കെ അല്ലേ? അല്ലെന്നേ, നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ സൂപ്പർ പവർ ഉള്ള ആള്. സൂപ്പർ ഗേൾ ഇടിക്കുകയും ചെയ്യും, തൊഴിക്കുകയും ചെയ്യും, പറപ്പിക്കുകയും ചെയ്യും. ആരാണെന്ന് പറയാമോ പുഷ്പൻ ചേട്ടന്? പുഷ്പൻ ചേട്ടന്റെ ആയ കാലത്ത് ഇതൊക്കെ നടന്നെന്ന് അച്ചൂട്ടനോട് ആരാ പറഞ്ഞു തന്നത്? ഞാനൊരു സൂപ്പർ ഹീറോ ആയിരുന്നു ഒരു കാലത്ത്. എന്റെ ഇടിയും ചവിട്ടും തൊഴിയും ഒക്കെ വളരെ സൂപ്പർ ആയിരുന്നു നാട്ടിൽ പാട്ടാ. പുഷ്പൻ ചേട്ടൻ രാവിലെ പുട്ടാണോ കഴിച്ചത്? നല്ല തള്ളാണല്ലോ തള്ളുന്നത്. അച്ചു, ഞാൻ കാര്യം പറയുമ്പോഴേ അത് കളിയാക്കി എടുത്താലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓഹോ, ആനമുട്ടൻ നുണയും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാൻ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോ കിടന്നുരുളുകയാണല്ലേ? നീയല്ലേ നുണച്ചത്? ഞാനല്ലാതെ ഈ വീട്ടില് വേറെ ആരാ സൂപ്പർ ഹീറോ ഉള്ളത്? അത് പറ ആദ്യം, കേൾക്കട്ടെ ഞാൻ. അമ്മയുടെ കാര്യം ആരോടെങ്കിലും പറഞ്ഞ ശക്തി മുഴുവൻ പോവെന്നാണല്ലോ പറഞ്ഞത്. എന്ത് ചെയ്യും ഞാൻ? ആരാണെന്ന് പറയാൻ നീ എന്താ മിണ്ടാത്തത്? അതൊക്കെ പിന്നെ പറയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഒരു ആചാര്യസ്വാമിയുടെ പ്രതിമ ഇരിക്കുന്നത് കണ്ടായിരുന്നോ പുഷ്പൻ ചേട്ടൻ? ഏത് ആചാര്യസ്വാമി? അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല, ആരുടെയെങ്കിലും ഒരു പ്രതിമ, അത്ര തന്നെ. ഏയ്, ഞാൻ കണ്ടിട്ടില്ല. എന്താ ചൂട്ടം ചോദിക്കാൻ കാര്യം? അത് മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് സൂപ്പർ ഹീറോ ആകാന്നാ പറയുന്നത്. ബെസ്റ്റ്. നിന്നെ ആരോ കൃത്യമായി പറഞ്ഞു പറ്റിച്ച ലക്ഷണം ഉണ്ടല്ലോ. പറ്റിച്ചതല്ല, സത്യമാ. എനിക്ക് വിശ്വാസമാ ആചാര്യസ്വാമി ഉണ്ടെന്ന്. കുറച്ചു നേരം ആയല്ലോ തുടങ്ങിയിട്ട്. സൂപ്പർ ഹീറോ, ആചാര്യസ്വാമി, കുന്തം, കൊടചക്രം, പോയിരുന്ന 2 അക്ഷരം പഠിക്കാൻ നോക്കച്ചു. വെറുതെ സമയം കളയാതെ. ഏത് നേരവും പഠിക്ക്, അത്ര തന്നെ. ആചാര്യസ്വാമിയുടെ പ്രതിമ കിട്ടിയാൽ പ്രാർത്ഥിച്ച് ഞാനൊരു സൂപ്പർ ഹീറോ ആകും. പിന്നെ പഠിത്തമൊക്കെ എന്തിനെ പോലെ ആയിരിക്കും. ഇവിടെ നിന്ന് 2 വഴി കഴിഞ്ഞല്ല എപ്പോഴും. പക്ഷെ എന്തിനും ആചാര്യസ്വാമിയെ കണ്ടുകിട്ടിയല്ലേ പറ്റൂ. മുറിയിലൊന്ന് നോക്കാം. അപ്പൊ ഈ കൃഷ്ണസ്വാമിയാണല്ലേ അമ്മയുടെ ആചാര്യസ്വാമി. അതുകൊണ്ടാ എനിക്ക് കിട്ടാതിരിക്കാൻ ഒളിപ്പിച്ചു വെച്ചത്. അച്ചു, നീ ഇവിടെ എന്തെടുക്ക അച്ചു? ഞാൻ എവിടെയല്ല നോക്കി നിന്നെ. ഞാനിവിടെ വെറുതെ. അതെന്താ നിന്റെ കയ്യില്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ? ഞാനേ അച്ചുവിനെ കാണാഞ്ഞു വന്നതാ. നോക്കിയപ്പോഴേ ഇവിടെ എന്തോ ഒരു പണി ഒപ്പിക്കുക കക്ഷി. എന്താ ചൂട്ടാ പ്രശ്നം? ഒന്നുമില്ലെന്നേ, ഈ അമ്മ വെറുതെ പറയുവാ. വെറുതെ ഒന്നുമല്ല, അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്. പ്രസാദേട്ടനൊന്ന് നോക്കിക്കേ. എന്താ മോനെ കയ്യില്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നോക്ക് പ്രസാദേട്ടാ. എന്തോ ഉണ്ട്, കാണിക്ക്. ഇല്ലെന്നേ.
ആരതിയാണല്ലോ. പരീക്ഷയ്ക്ക് പോയതല്ലേ, എന്തായോ എന്തോ. താൻ തന്നെ ചോദിക്കേ. ആ ഹലോ മോളെ, വല്യേച്ചിയാ? ഞാൻ എത്ര തവണ ചേച്ചി വിളിച്ചു, എവിടെയായിരുന്നു ഫോണ്? അയ്യോ, അത് അപ്പുറത്ത് ചാർജിനിട്ടിരിക്കുകയായിരുന്നു. എന്തായി, എക്സാം കഴിഞ്ഞോ? എളുപ്പമായിരുന്നു എല്ലാം? നൂൽപാലത്തിലൂടെയുള്ള യാത്രയായിരുന്നു. റിസൾട്ട് വരുമ്പോ അറിയാം തോക്കോ ജയിക്കോന്ന്. ഹാ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജയിച്ചില്ലെങ്കിലാ എന്റെ കയ്യിന്ന് വാങ്ങിക്കുന്നത്. നല്ല അടി കിട്ടിയാലേ നീ നന്നാവും. അടി കിട്ടിയാ നന്നാവുമെങ്കിലേ ഇവിടെ ചിലരുണ്ട്. വരുമ്പോ 2 കൊടുത്തു നോക്ക് വല്യേച്ചി. മുരളിയായിരിക്കും നീ കുത്തുന്നത്. ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെ കൂട്ടുവന്നവനല്ലേ. ആ നന്ദി കാണിക്കണ്ടേടി നീ. ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കാണിച്ചാ ഒരുപാട് കാണിക്കേണ്ടി വരും വല്യേച്ചി. ആ, തൽക്കാലം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കാണാം. ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി വരും അങ്ങോട്ട്. ഓഹോ, അപ്പോ ഇത്രയുള്ള വിശേഷങ്ങള്? ആ, ബാക്കി നേരിൽ കാണുമ്പോ പറയാം. ഫോൺ വിളിച്ചാ ദാദി, 2 വാക്ക് കഴിഞ്ഞു. കാര്യം അറിഞ്ഞില്ലേ, അതുപോലെ എനിക്ക്. ആ ദേ പ്രസാദേട്ടാ, ഇവനെ വെറുതെ വിടല്ലേ. എന്താ കയ്യിൽ നിന്ന് നോക്കി? വാടാ ചൂടെ. അവന്റെ കയ്യിൽ എന്താന്ന് നോക്ക്. ഒന്നുമില്ലെന്നേ, ഞാൻ അമ്മയെ വെറുതെ ഫൂളാക്കാൻ കൈ പുറകിൽ പിടിച്ചതാ. ആഹാ. എടാ, നിന്നെ ഞാൻ അച്ചൂട്ടാ. മോനെ മേഘനാഥാ, എന്താ മോനെ നീ അമ്മയോടൊരു വാക്ക് പോലും സംസാരിക്കാതെ പോകുന്നത്? ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു ഇവിടെ. എന്നെ കാത്തു നിൽക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. മക്കള് പറഞ്ഞിട്ടല്ല അമ്മമാർ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും കാര്യസാധ്യത്തിനുള്ള ഈ നാടകം കളിയോ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ആദ്യം കാര്യം പറ, വളച്ചു കെട്ടരുതെന്ന് മാത്രം. അത് നീ വേലയിനെ കുറിച്ച് അന്വേഷിച്ചോ? അയാൾ എവിടെയുണ്ടെന്ന്? എനിക്ക് തോന്നി സ്വന്തം മകനെതിരെ യുദ്ധം നയിക്കാൻ നിങ്ങൾ നാട്ടിൽ നിന്ന് ചുമന്നുകൊണ്ടുവന്ന പടനായകനല്ലേ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാൻ ആഗ്രഹം കാണും. നീ മണിച്ചനെ എവിടെയോ പറഞ്ഞയച്ചിരുന്നല്ലോ. വേലയിനെ കുറിച്ച് അന്വേഷിക്കാനാണോ മണിച്ചൻ പോയത്? മണിച്ചനെ ഞാൻ പറഞ്ഞയച്ചത് ദാമോദര കൈമളിന്റെ അടുത്തേക്കാ. നീ നല്ലവനാ. അതല്ലേ എന്നോട് ദേഷ്യപ്പെട്ടാലും വേലയ്യനെ കുറിച്ച് കൈമളിന്റെ അടുത്ത് അന്വേഷിക്കാൻ തീരുമാനിച്ചത്? അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. വേലയ്യനെ കുറിച്ച് മണിച്ചൻ ഒരു വാക്കുപോലും ആരോടും ചോദിക്കില്ല. പിന്നെന്തിനാ മണിച്ചൻ കൈമളെ കാണുന്നത്? രാധയെക്കുറിച്ച് അന്വേഷിക്കാൻ, അവളെക്കുറിച്ച് മാത്രം. സ്വർണം പണയം വെക്കാൻ ആളുകൾ വരുന്നിടത്ത് രാധ വന്നതും അതേ കാര്യത്തിന് തന്നെ ആയിരിക്കുമല്ലോ. അവിടെ അവൾ ഒരു തരി പൊന്നെങ്കിലും പണയം വെച്ചിട്ടുണ്ടെങ്കിൽ പേരും നാളും ജാതകവും വരെ ആ കൈമള് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അത്രയും ഡീറ്റെയിൽസ് കിട്ടിയാൽ അത് മതി എനിക്ക് രാധയെ കണ്ടുപിടിക്കാൻ. എനിക്കറിയാം നിങ്ങൾക്ക് എന്റെ രാധയെ തീരെ ഇഷ്ടമല്ലാന്ന്. പക്ഷേ ഐ ഡോണ്ട് കെയർ. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ മേഘനാഥ. നീ പിന്മാറില്ലെന്ന് തീർച്ചയാണെങ്കിൽ പിന്നെ രാധയെ നിനക്ക് കിട്ടട്ടെ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ 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 അതെ, അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. സാറേ, സാറേ കിട്ടി സാറേ, എല്ലാ വിവരവും കിട്ടി. ദാമോദര കൈമളിന്റെ അടുത്ത് സ്വർണം പണയം വയ്ക്കാൻ വന്ന എല്ലാ രാധമാരുടെ വിവരങ്ങളും ഈ പേപ്പറിലുണ്ട്. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. കണ്ടോ,
ഇതാണ് മേഘന്റെ കളികൾ. ഇതിലുണ്ട് അവളുടെ സകല വിവരങ്ങളും. ആ. എന്തോ നാടോ ഇത്? ഇതെങ്ങനെ വായിക്കും? കൈമളുടെ രജിസ്റ്റർ സൂത്രത്തിൽ വാങ്ങിച്ചിട്ട് ബാഗത്തിൽ ഇരുന്നിട്ടാ സാറേ. എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. എന്നോ വായിക്കണോ? കേക്കട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചക്കിടയിൽ 4 രാധമാരാണ് കൈമളുടെ അടുത്ത് സ്വർണം പണയം വെക്കാൻ ചെന്നത്. അതിൽ ആദ്യത്തെ ആള് പൂവാക്കുന്നിൽ രാധമ്മ രാജ, വയസ്സ് 45. ചെറിയൊരു മുട്ടുക്കമ്മനും പൊട്ടിപ്പോയൊരു അരഞ്ഞാണമാണ് പണയം വെച്ചേക്കണത്. അരഞ്ഞാണോ? അതെ സാർ, സംഗതി മുക്കാപ്പോയെ വരൂ. ബാക്കി ചരടിക്കെട്ടി ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് വെച്ചേക്കാണ്. പിന്നെ എൻ്റെ ഒരു ഊഹമാണ് ഞാൻ പറയണത്. നിർത്തോ. 45 വയസ്സുള്ള രാധയുടെ കാര്യം ആർക്ക് കേൾക്കണം? ബാക്കി വായിക്കുതാൻ. രണ്ടാമത്തെ ആള് ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്, 70 വയസ്സ്. മൂന്നാമത്തെ രാധ ഇൻഷുറൻസ് ഏജന്റാണ്, അതും വയസ്സ് 45 ഒന്ന് നിർത്തോ. നിർത്തി സാർ. 4-മത്തെ രാധ കഴിഞ്ഞ ആഴ്ച വണ്ടി ഇടിച്ച് മരിച്ച രാധമ്മ പൗലോസാണ്. അതും ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 43 വയസ്സ് കാണും. ഇന്റർ കാസ്റ്റ് മാരേജ് ആണ്. താൻ എന്തോടോ മനുഷ്യനെ വിഡ്ഢിയാക്കാണോ? എവിടെയോ കിടക്കുന്നവര് അരഞ്ഞാണം പണയം വെച്ച കഥ കേൾക്കാൻ ഇരിക്കുന്നവനാണോ ഞാൻ? വീട് വീട് മേഘ, അവൻ ചത്തുപോകും. നീ എന്തായി കാണിച്ചത്? അല്ല, ഇവൻ എന്താ വിചാരിച്ചത്? സാറല്ലേ പറഞ്ഞത് ആ ദാമോദരൊക്കെ മണ്ണെടുത്ത് സ്വർണ്ണം പണയം പറ്റ എല്ലാ രാധാമാരെ കുറിച്ചും അന്വേഷിക്കാൻ. ഞാനല്ലേ ഏയ്, ഇതിലെവിടെയാടാ എന്റെ രാധ? 40-50 വയസ്സുണ്ടോ അവൾക്ക്? അയ്യോ, ആ രാധയായിരുന്നാ? അങ്ങനെ രാധ അവിടെ ഇല്ല. ഞാൻ വിചാരിച്ച മറ്റെന്തെങ്കിലും കാര്യത്തിൽ ലിസ്റ്റ് എടുത്തായിരിക്കുമെന്ന്. മിണ്ടരുത്, മരപ്പൊട്ടൻ. മണിച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മേഘ. രാധ സ്വന്തം പേരില് സ്വർണം പണയം വയ്ക്കില്ല എന്ന് ഉറപ്പാ. അവൾക്ക് വേറെ പേര് കാണുമെന്ന് ഉറപ്പാ. എന്തായാലും നിനക്ക് വലിയ കഷ്ടകാലോ മേഘ. അതല്ലേ നീ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുന്നത്. അല്ലെങ്കിൽ 3 മാസത്തിനകം നിന്റെ താലികെട്ട് നടക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞതല്ലേ? ഇതുവരെ ശരിയായില്ലല്ലോ. ഏയ്, ഒന്നും ശരിയാവില്ല. എല്ലാം തട്ടിപ്പ്, വെറും തട്ടിപ്പ്. അങ്ങനല്ല, മറ്റെന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ തന്നെ വിളിച്ച് ഒന്ന് പ്രശ്നം വയ്പ്പിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എന്റെ രാധയെ മാത്രം കിട്ടണം. എന്താ, നടക്കോ? നമുക്ക് നോക്കാം. ആദ്യം ജ്യോത്സ്യനെ വിളിക്കാൻ നീ ഒന്ന് സമ്മതിച്ചാ മതി. സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാധ എന്റെ കൈവെള്ളയിൽ കിട്ടണം. അത് കിട്ടിയേ പറ്റൂ. കിട്ടും, കിട്ടിയിരിക്കും, ഉറപ്പാ. നിനക്ക് എന്നെ വിശ്വസിക്കാം. ശരിക്കും കഷ്ടകാരമാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ രാധയെ തീർച്ചയായും കണ്ടുപിടിക്കും മേഘനാഥ. അത് പക്ഷേ നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രം. എന്നിട്ട് വേണം എനിക്കവളുടെ ശവദാഹം നടത്താൻ. ഈ ഏരിയയിൽ ഇനി നമുക്ക് കയറാൻ ഈ വീടും കൂടെ ഉള്ളൂന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ ആ പെണ്ണും അനിയത്തിമാരും കാണുന്ന. അതെന്താ അങ്ങനെ തോന്നുന്നു? ആ, നീ ഒന്ന് നോക്കിക്കേ. ഈ വീട് ശരിക്കും ഒറ്റപ്പെട്ട രീതിയിലല്ലേ നിൽക്കുന്നത്? ശരിയാ, തന്നെയല്ല ഇവിടെ വരെ വഴിയുള്ളൂ. വാ, കേറി നോക്കാം. ഓർമ്മയുണ്ടല്ലോ,
നമ്മൾ സെൻസസ് എടുക്കാൻ വന്ന ആരോഗ്യ പ്രവർത്തകരാ. പേര് കള്ളപ്പേരായതുകൊണ്ട് അത് തന്നെ പറഞ്ഞാ മതി. ശരി വാ. നമസ്കാരം. ആരാ? ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വരുന്നവരാ. പ്രത്യേക ആരോഗ്യ പ്രവർത്തക സംഘത്തിലുള്ളവരാ. എന്റെ പേര് ദേവിക. ഞാൻ മഞ്ജിമ. അല്ല, എവിടെന്നാ വരുന്നതെന്ന് പറഞ്ഞ? പഞ്ചായത്തിൽ നിന്ന്. അതിന് മുനിസിപ്പാലിറ്റി ആണല്ലോ. അയ്യോ, അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ പഞ്ചായത്തിലായിരുന്നു സെൻസസ്. അതാ നാക്കിന്ന് മുനിസിപ്പാലിറ്റിക്ക് പകരം പഞ്ചായത്ത് എന്ന് പറഞ്ഞത്. ഓ, അത് ശരി. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരോഗ്യ പ്രവർത്തകരാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് സെൻസസുമായിട്ട് എന്താ ബന്ധം? അതിന് കാനേഷ്മാരിക്കാരല്ലേ വരുന്നത്? ഈ ചെറുക്കന് സൂക്ഷിക്കണമല്ലോ, വിവരമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അത് ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ കാനേഷുകാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാ. സെൻസർ ബോർഡില്ലേ? സെൻസർ ബോർഡോ? അത് സിനിമാക്കാരുടെ അല്ലേ? സെൻസസ് ബോർഡിനെ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ തെറ്റിയതാ. നിങ്ങളെ രണ്ടുപേരെയും മനഃപൂർവ്വം ഒരുമിച്ച് വിട്ടതല്ലേ? മനഃപൂർവ്വം ഒരുമിച്ച് വിട്ടുന്നു? ആര്? അല്ല, സെൻസസ് ബോർഡേ. ഒരാൾക്ക് തെറ്റുമ്പോൾ അടുത്തയാളാണല്ലോ തിരുത്തുന്നത്. നല്ല ഐക്യം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും വന്ന കാര്യം പറയും. അത് ഞങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽഡ് കണക്കെടുക്കണം. പിന്നെ വിവരങ്ങൾ അറിയാൻ വേണം. എങ്കിൽ പിന്നെ അകത്തോട്ടിരിക്കാം നമുക്ക്. അതാ നല്ലത്. എന്തെത്ര സൂക്ഷിച്ചു നോക്കുന്നേ? പ്രസാദേന്റെ എന്ത് രസമായിട്ടാ തേങ്ങ പൊതിച്ച് വൃത്തിയാക്കുന്നത്. സ്ഥിരം ചെയ്ത് ശീലമുള്ളതുപോലെ. ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും അതിന്റെ സ്റ്റൈലും ഒക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത്. നേരത്തെ ഞാനൊരു കർഷകന്റെ മോനായിരുന്നു, അത് മറക്കാൻ പാടില്ലല്ലോ. പിടിച്ചോ. എന്താ നിങ്ങളുടെ പേര്? ഞാൻ ആര്യ, ഇത് ആരതി. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുക ഫൈൻ ആർട്സ് കോളേജിൽ. കുട്ടി എന്താ മിണ്ടാത്തത്? ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞാ പോരെ, എല്ലാരും സംസാരിക്കണമെന്നുണ്ടോ? അതെ അതെ, ഞാനത് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാ പോരെ? ആരാ പറഞ്ഞതെന്ന് കൂടി സെൻസസിൽ അടയാളപ്പെടുത്തണമെന്നുണ്ടോ? നിങ്ങളെന്താ കളിയാക്കുവാണോ? ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വന്നതാണെന്ന് മറക്കരുത്. മുനിസിപ്പാലിറ്റി പുറത്തു വെച്ച് ഞാനൊന്ന് തിരുത്തിയായിരുന്നു. പിന്നെയും പഞ്ചായത്ത് തന്നെ വന്ന് നിൽക്കുക രണ്ടാളും. അതിപ്പോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം ഒന്ന് തന്നെയാ. നിങ്ങൾ സമയം പോകാതെ വേഗം ഡീറ്റെയിൽസ് പറ. ഞാൻ മുരളി, ഇതെന്റെ ഭാര്യ ആരതി മുരളി. ഞാൻ ഹരി, ഇതെന്റെ ഭാര്യ. ഭാര്യയാണെന്ന് വിചാരിക്കരുത്, ഇത് ആര്യ. മിസ് ആര്യ എന്ന് എഴുതിയാൽ മതി. ഞാൻ പുഷ്പൻ. ശേ, നിങ്ങളിങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാൽ എങ്ങനെയാ? ഓരോരുത്തരെയും വിവരം പറയണം. പേര്, വയസ്സ്, ജോലി എന്നിങ്ങനെ. ഇത് ഞാൻ തുടങ്ങാം. വേണ്ട, കുട്ടി പറയൂ. എന്റെ പേര് ആരതി. നെക്സ്റ്റ്. എന്റെ പേര് ആര്യ. ഞാൻ പുഷ്പൻ, ഇവിടെ തന്നെയാണ് താമസം.
ഇനി ഇവിടെ അടുത്ത് വേറെ വീടുകൾ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അല്ല, നിങ്ങൾ പോവുകയാണോ? എന്താ? അതെ, ഇവിടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അവരുടെ പേരും ജാതകമൊന്നും എഴുതിയില്ല. ഞങ്ങളുടെ മൂത്ത ചേട്ടനാ, ഇവരുടെ മൂത്ത ചേച്ചി. എന്നിട്ടെന്താ നിങ്ങൾ അവരെ ആദ്യം വിളിക്കാത്തത്? ആ, അത് കൊള്ളാം. അവരെ വിളിക്കാൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ശോ, വേഗം വിളിക്ക്, കാണട്ടെ ഞങ്ങള്. ഞാൻ വിളിക്കാം. ഏ അഞ്ജലി, ക്യാച്ചുടി. എന്താ അഞ്ജലി? ഏയ്, എന്താ? എന്റെ കണ്ണില് എന്തോ പോയി. ചകിരിയുടെ പൊടിയായിരിക്കും. തിരുമല്ലേ, കണ്ണിനകം മുറിയും. ഞാൻ ഊതി തരാം.